നല്ല കുറുകിയ ഗ്രേവിയോടൊക്കെ കൂടി അധികം എരിവൊന്നുമില്ലാത്ത നല്ല സോഫ്റ്റ് പീസസ് ഒക്കെ ആയിട്ടുള്ള മട്ടൻ കറിയും നല്ല ഉഗ്രൻ കുട്ടി പൊറോട്ടയും. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് നല്ല ഉഗ്രൻ മട്ടൻ കറി കഴിക്കണമെന്നുണ്ടോ? നല്ല ക്രിസ്പി പൊറോട്ട കഴിക്കണമെന്നുണ്ടോ? നല്ല കുട്ടി പൊറോട്ട. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നേരെ ഈ ഹോട്ടലിലേക്ക് വരാം. കുട്ടി പൊറോട്ട എന്ന് പറയുമ്പോൾ നമ്മുടെ കൈപ്പാദത്തിൻ്റെ അത്രയൊക്കെ വരുള്ളൂ. പക്ഷേ നല്ല ക്രിസ്പി പൊറോട്ടയാണ്. ആ മട്ടൺ ആ പൊറോട്ടയിൽ ഒഴിച്ച് അതും ഒരു പീസും കൂടി കഴിക്കാനായിട്ട് നല്ല ഉഗ്രൻ ടേസ്റ്റായിരുന്നു. നമ്മളിത് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇവിടുത്തെ വെയിറ്റർ ഏട്ടൻ വന്നിട്ട് ഇവിടുത്തെ വെട്ടുകേക്ക് സൂപ്പറാണ്, അതും മട്ടണും കൂടി ഉഗ്രൻ കോമ്പിനേഷനാണെന്ന് പറഞ്ഞത്. അങ്ങനെ വെട്ടുകേക്കും മട്ടണും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ എനിക്കത് വലിയതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. വെട്ടുകേക്കും അവർ തന്ന ഉഗ്രൻ ചായയും കൂടെയാണ് അതിൻ്റെ ഒരു കോമ്പിനേഷൻ. അത് എന്നും അങ്ങനെ തന്നെയാണല്ലോ, വെട്ടുകേക്കിന് കോമ്പിനേഷൻ ചായ തന്നെയാണ്. വെട്ടുകേക്കിൻ്റെ ടേസ്റ്റ് എടുത്ത് പറയേണ്ടതായിരുന്നു കേട്ടോ. ഇത്രയൊരു ക്രിസ്പിനെസ് ഞാൻ ഇതിനു മുമ്പ് ഒരു വെട്ടുകേക്കിലും അങ്ങനെ കണ്ടിട്ടില്ല. എന്തായാലും സംഭവം കൊള്ളായിരുന്നു. ഈ കട വളരെ ഫേമസ് ആയിട്ടുള്ള എഴുത്താണിക്കടയാണ്. എന്നാൽ കൊല്ലത്തുള്ളതല്ല, കൊട്ടാരക്കരയിൽ. കൊട്ടാരക്കര ഹൈവേയിൽ തന്നെയാണ് ഈ എഴുത്താണി റെസ്റ്റോറൻ്റ് ഉള്ളത്. ഹൈവേ വഴി യാത്ര ചെയ്യുന്നവർക്കൊക്കെ നല്ലൊരു ഓപ്ഷനാണ് എഴുത്താണി റെസ്റ്റോറൻറ്റ്. പിന്നെ അതിൻ്റെ ബില്ല് നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ടിട്ടുണ്ട്. മട്ടൺ നമ്മൾ ഹാഫ് പ്ലേറ്റ് ആണ് വാങ്ങിച്ചത്, അതിന് 400 രൂപയാണ് ചാർജ് ചെയ്തേക്കുന്നത്. അത് കുറച്ചുകൂടെ ഹയർ സൈഡ് ആണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ ടേസ്റ്റ് ഉഗ്രനായിരുന്നു, അത് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.